ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറി ഉണ്ടാക്കാം. ഇതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു 3-4 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു സവാള കട്ട് ചെയ്തത്, 2 തക്കാളി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി എരിവിന് വേണ്ടി ചേർക്കാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ, കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കൂട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അടച്ചു വെച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വേവിക്കുക. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാവും, അപ്പോഴേക്കും വെന്ത് കിട്ടും. അങ്ങനെ തക്കാളി ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.